ആൾക്കാരെ വിട്ട പാവത്തിനെ തല്ലി ചേച്ചപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ അമ്മാവന്റെ മോനല്ലേ. കഷ്ടമുണ്ട് കേട്ടോ കുഞ്ഞുലക്ഷ്മി, പാവം കിട്ടും. ഇവിടം കൊണ്ട് കുറുപ്പന്മാരെ അടങ്ങുമെന്ന് കരുതണ്ട. ദേവികമ്മയുടെ മോനെ അവര് വെറുതെ വിടില്ല. അതെ അതെ, നിങ്ങൾക്ക് ഓരോ കഥകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. തടി കേടാവുന്ന എന്റെ അല്ലേ? നിന്റെ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് ഞങ്ങളുടെയും കൂടെ തടി കേടാവുന്ന പ്രശ്നമാണ് മോനെ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ വളരെ ആലോചിച്ച് വേണം. TCP പിന്നെ പിന്തിരിപ്പ് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് എങ്ങനെ നേരായ മാർഗത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ല. എന്നാ ഒരു വളഞ്ഞ വഴി പറഞ്ഞു തരും. വളഞ്ഞ വഴി എന്ന് വെച്ചാൽ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്. PCPന്റെ മുന്നിൽ ഒരു ജാഥയായിട്ട് കാവുമാറ്റി എന്ന് ആ പെണ്ണിനെ പിടിച്ചെട്ടിക്കൊണ്ടായിരുന്നു. ഈ കാവുംപാട്ട മുറ്റത്ത് നിന്നുകൊണ്ട് ശിവശങ്കരൻ പോരിന് വിളിക്കുകയാണ്. ഉശിരുള്ള ആന്തരികളുണ്ടെങ്കിൽ ഇറങ്ങി വരും. പതിയിരുന്ന് ആക്രമിക്കുന്നതല്ല ആണത്വം, നേർക്ക് നേർ നിന്ന് പൊരുതുന്നതാണ്. ഇറങ്ങി വരും. നാലാൾ കൂടിയെടുത്തൊരു വെറും വാക്കറിഞ്ഞോടിപ്പോകുന്ന ഭീരുവാണ് ശിവശങ്കരൻ എന്ന് കരുതിയോ? ഇല്ല, വാക്ക് നിറവേറ്റാനാണ് വന്നത്. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോളിൻ. കുഞ്ഞുലക്ഷ്മി, ഇല്ല, ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് കരുതണ്ട. ഈ മുറ്റത്ത് വീണെന്റെ പെറ്റമ്മയുടെ കണ്ണീരിന്റെ വില ഇതിലും വലുതാണ്. ഈ തറവാടിന്റെ ആണിക്കല്ലടക്കാതെ ശിവശങ്കരൻ അടങ്ങുമെന്ന് കരുതണ്ട. ഓർത്തോളിൻ, കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം, സത്യം, സത്യം. കൃഷ്ണ, ശിക്ഷിക്കല്ലേ. എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്? പനി ഇപ്പോഴും ഉണ്ട് കുറേശ്ശെ. മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. മരുന്നൊന്നും വേണ്ട എനിക്ക്. എടാ വീര, മനസമാധാനം കിട്ടുന്നില്ല തീരെ. എന്തോ അരുതാത്തതൊക്കെ നടക്കൂന്നൊരു തോന്നല്. ദേവിയുടെ മോയ്. മുത്തശ്ശിക്ക് എന്താ? ഇവിടുത്തെ 4 അയലത്ത് കയറില്ലവൻ. പഴയതെന്തോ പറഞ്ഞുകൊണ്ട്. നിനക്കെന്തറിയാടാ? ചില്ലറ ദ്രോഹമാണോ ഞാൻ ദേവിയോട് ചെയ്തത്? തേച്ചാലും മാച്ചാലും തീരാത്ത പാവ. വീര, എനിക്കവനെ ഒന്ന് കാണണം. എന്തൊക്കെയായാലും എന്റെ വാമദേവന്റെ മോനവൻ. അവന് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക്. മുത്തശ്ശി ആവശ്യമില്ലാതെ പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പറയാന്ന് നിശ്ചയില്ല. ഈ ഒരുത്തനെ കൊണ്ട് സ്വൈരായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായിരിക്കണല്ലോ. സ്വൈരം ഉണ്ടാവണമെങ്കിൽ ആ വാതിലടയ്ക്കലോ അടിയോടി. അവന്റെ ശല്യം ഇനി ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ അത് തന്നെ. വലിയേട്ടനെതിരൊന്നും പറയരുത്. ഇരി ചെവി അറിയാതെ. അല്ല, ഒന്നുകൂടി നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിച്ച് പിടിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശി അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കും. പിന്നെ നമ്മൾ പുറത്താവും. അപ്പൊ പിന്നെ അവസാന കൈ പ്രയോഗിക്കുക. കാര്യമൊക്കെ ശരിയാ. ഞാൻ അവിടത്തെ ചോറ ഉണ്ണണെങ്കിലും മനസാക്ഷി എന്ന് പറയണ ഒന്ന് എനിക്കുണ്ട്. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ കുറുപ്പന്മാര്. നിന്നെ എന്ത് ചെയ്യാനും അവർക്ക് സാധിക്കും. എന്ന് വെച്ചാ കൊല്ലാൻ വരെ അവർക്ക് മടിയുണ്ടാവില്ല. ഇപ്പോഴെങ്കിലും നിന്നോടിത് പറഞ്ഞില്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരില്ല. എന്റെ അച്ഛനോ? ആ, വാമദേവക്കുറുപ്പ്. അദ്ദേഹം മുഖാന്തിര ഞാൻ ഈ കാവുംപാട്ട് എത്തുന്നത്. ആ മനുഷ്യന്റെ മകനാണെന്ന് പറയുമ്പോ അറിഞ്ഞുകൊണ്ട് എനിക്കിതിന് കൂട്ടു നിൽക്കാൻ വയ്യ. ദേ, നീ ഇവിടുന്ന് പോണം. നീ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. ആ കുട്ടിക്കാണെങ്കിൽ നിന്നോട് ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഇനിയും നീ ഇവിടെ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന നല്ലൊരു ജീവിതം കൂടി ഇല്ലാതാവും. അതുകൊണ്ടാ പറയണ ശിവശങ്കര,
നീ ഇവിടുന്ന് പോണം. ശിവശങ്കര, ശിവശങ്കര, ഇവനിത് എവിടെ പോയി? ശിവശങ്കര, 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 പുസ്തകം പോലെ വിളിക്കുന്നത് ശിവശങ്കര, കുറുപ്പിന്റെ ആൾക്കാരല്ല. ശിവശങ്കര. ശിവശങ്കരനെ കാണാനില്ല. കാണാനില്ലേ? അപ്പൊ അതേ ഒരു കത്ത്. ഒന്ന് ഉറക്ക വായിച്ചു ചങ്ങാതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോടും പറയാതെ പോവേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ഇവിടുന്ന് പോയാലെങ്കിലും അവസാനിക്കുമല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനു വേണ്ടി നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്നെങ്കിലും കാണാമെന്ന പ്രതീക്ഷയിൽ കത്തിയൊരുക്കുന്നു എന്ന് സ്വന്തം ശിവശങ്കരൻ. എന്താണ് എല്ലാവരും ഒരു മൗനം? തോറ്റ പാർട്ടിയുടെ പാർട്ടി ഓഫീസ് പോലെ. ഇനി നോക്കിന്നോണ്ട് കാര്യമല്ല, ഉടനെ അവനെ പിടിക്കാം. ദേവി, ഇത് അല്പനേരം എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ഞാൻ പോവാ ഈ നാട്ടിൽ നിന്ന്. ഇനി ഒരിക്കലും ഒരു ശല്യമായി കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ വരില്ല. കഴിഞ്ഞതെല്ലാം മറക്കണം. എല്ലാരും മറക്കും. മനസ്സിനിണങ്ങിയ ഒരാളുമായി കുഞ്ഞുലക്ഷ്മിയുടെ വിവാഹം നടക്കും. ഒരു നല്ല ഭാര്യയായി ജീവിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദുശ്ശാനം പോലെ എന്നെ ഓർക്കാനിടയായാൽ ഒരു ചതിയനും ക്രൂരനുമായി കുഞ്ഞുലക്ഷ്മിനെ കാണരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് കുട്ടിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നൊരു തെറ്റ് ഇതിനിടയ്ക്ക് എപ്പോഴോ അറിയാതെ ഞാൻ കുട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. സാരമില്ല, നടക്കാത്ത ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട് എന്റെ മനസ്സിൽ. ഇതും കൂടി ഞാനത് ചേർത്തോളാം. പോകുന്നു. പോവാൻ ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? എനിക്കിഷ്ടാണെങ്കിലോ? ശിവശങ്കർ, ഞങ്ങളെ കുപ്പിയിൽ ഇറക്കിയിട്ട് മുങ്ങാനായിരുന്നു പരിപാടിയല്ലേ? വിട്. ഈ മുങ്ങിയ കുറുപ്പന്മാരെ ഞങ്ങൾ സൂപ്പ് വെച്ച് കളയും. അയ്യോ, എന്നൊന്ന് വിട്, ഞാൻ പറയട്ടെ. വേണ്ട, ഇതുവരെ പറഞ്ഞതൊക്കെ മതി. ഇതുപോലൊരു കാലുവാരൽ കേരള ചരിത്രം കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾ പറയാതെ നീ ഇവിടുന്ന് പോകണ പ്രശ്നമില്ല. ഇല്ല, ഇനി നിങ്ങളെല്ലാം പെരുവണ്ണാപുരത്തുകാർ മുഴുവൻ പറഞ്ഞാലും ഞാൻ പോവില്ല. കുഞ്ഞിലക്ഷ്മിക്ക് എന്നോട് പ്രേമം. അധിക പ്രശ്നം പോയതോടി ഒന്നുകളെ നിന്നെ. ഇനി അവളെ തല്ലരുത്. മുത്തശ്ശിമാർ ഒന്നേ ഉള്ളൂ എന്ന് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എങ്ങനെ ധൈര്യം വന്നു കുട്ടി നിനക്കിത് പറയാൻ? നിശ്ചയിത്തരം അല്ലാന്താ? ബാക്കിയുള്ള മാനങ്ങളാണ് പുറപ്പാട്. നിന്ന് മോങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? കുട്ടി ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ച്. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ അയാളെ കല്യാണം കഴിക്കും. എടി കൊല്ലും ഞാൻ. നിർത്താൻ. മുത്തശ്ശിയാണ് അവളെ ചീത്തയാക്കുന്നത്. ഇനി അവളെ തൊട്ടു പോകരുത്. അടിയോടി ആ നാട് പഠിക്കാൻ വിളിക്ക്. ഉണ്ട്. സ്ത്രീശാപം ശക്തമായി തന്നെയുണ്ട്. കാവിലെ നാഗത്താനും കുടികൊള്ളുന്ന ദേവിയും മൺമറിഞ്ഞ കാരണവന്മാർ ഇഷ്ടത്തിലല്ല. എന്താ ഒരു പ്രതിവിധി? പ്രതിവിധി എന്ന് വെച്ചാ പ്രായശ്ചിത്തം വേണ്ട പോലെ ചെയ്യണം. സന്താന പരമ്പരകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ദോഷം തീർക്കാം. ഒന്നിനും താമസിക്കണ്ട. പണിക്കരി പറഞ്ഞത് കേട്ടല്ലോ ഈര? കേട്ടു. എന്താ പ്രായശ്ചിത്തമെന്ന് നിശ്ചയമുണ്ടോ? ഇല്ല. എന്നാ എനിക്ക് നിശ്ചയുണ്ട്. ദേവിയുടെ മോനെ കൊണ്ട് കുഞ്ഞുലക്ഷ്മിയെ മംഗലം കഴിപ്പിക്കുക. മുത്തശ്ശി എന്തായി പറയുന്നത്? നീ കേട്ടില്ലേ പറഞ്ഞത്? അത് നടക്കില്ല. നടക്കും, നടക്കണം. ആരെല്ലാം കൂടിയില്ലെങ്കിലും ഞാനിത് നടത്തും. മുത്തശ്ശിനെ വാശി പിടിച്ച് ഈ തറവാടിന്റെ പുറത്തുള്ള ദോഷം തീരണമെങ്കിൽ അതേ ഉള്ളൊരു വഴി. അയ്യേ, തലയോർത്ത് നടക്കാൻ കഴിയോ ഞങ്ങൾക്കിനി? അധികം ഉയർത്താതെ നടക്കാം. ആ കള്ള പണിക്കരെന്തോ പറഞ്ഞു വെച്ച് ചന്തുട്ടി വിവരക്കേട് പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആർക്ക് നാണക്കേടുണ്ടെങ്കിലും ശരി, ഞാനത് തീരുമാനിച്ചു. നമുക്ക് വേറൊരു പണിക്കരെ കൊണ്ടുകൂടി. വേണ്ട, നാണു പണിക്കരിക്ക് പിഴക്കില്ല. അവസാനം ആ ചെക്കന്റെ മുന്നിൽ മുട്ടുകുത്തിയെന്നാവും. അഞ്ഞിനല്ലല്ലോ,
നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന ചോര തന്നെയാ അവന്റെ ശരീരത്തിൽ ഓടുന്നത്. വയസ്സുകാലത്ത് എനിക്ക് അല്പം മനസ്സമാധാനം വേണം. ഈ കല്യാണം നടക്കണം. ആരാണ്ട ആന പുറത്താരാണ്ട ഞാനാണ്ട കാവുംപാട്ടക്കുറുപ്പാണ്ട എലപുലയേലോ 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 ആരാണ്ട ആനപ്പുറത്താരാണ്ട ഞാനാണ്ട കാവുംപാട്ടക്കുറുപ്പാണ്ട ആരാണ്ട തലയിൽ മുണ്ടിട്ടതാരാണ്ട ഞാനാണ്ട കാവുംപാട്ട ആളാണ്ട എലപുലയേലോ 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 പണിക്കര് കരയണു. എന്തിനാ പണിക്കര് കരയണേ? ദൈവവും എന്റെ തലയിൽ വീഴും. ഞാൻ എന്റെ തൊഴിലിൽ മായം ചേർത്തു. എടോ പണിക്കരെ, ഞാൻ എന്റെ തൊഴിൽ പിന്നെ പാലാ ചേർത്തത് ഒരു നല്ല കാര്യത്തിനല്ലേ? പഠിക്കലേ ഒരു വലി ഉള്ള ശ്വാസം എടുത്തൊരു വലി എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനാ ഇതിന്റെ ഇടയിൽ കളിച്ചു എന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം. എന്നിട്ട് എന്റെ അന്നം മുടക്കണം. കാവുംപാട്ട പറഞ്ഞതിന്റെ കിട്ടട്ടെ. പിന്നെ നിങ്ങൾ ആരാ എന്റെ അടിയോടി? അടിയോടിയെ സൂചിപ്പിക്കണ്ട. എന്നാലും മോനെ ശിവശങ്കര, നീ വരച്ച വരയില് വന്നില്ലേ കുറുപ്പന്മാര്? ഇനിയെങ്കിലും സത്യം പറ, നീ ദേവകിയമ്മയുടെ മോൻ തന്നെയാണോ? ഞാനാണ്ട കാവുംപാട്ടക്കുറുപ്പാണ്ട എലപുലയേലോ 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 എലപുലയേലോ